സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്റ്റേജ് കഴിയലോടുകൂടി മൂന്നാമത്തെ സ്റ്റേജിൽ എത്തലോട് കൂടിയിട്ട് ഈ കൗൺസിലറും തമ്മിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യണം, ഒരു ലക്ഷ്യം. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എന്തായിരിക്കണം, സ്മാർട്ടായിരിക്കണം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നോട്ട് ഷെയർ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം അല്ലേ. ആ ഓരോ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ലക്ഷ്യങ്ങൾ കൊടുക്കണം. ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ കൊടുക്കുക. കുറേ പ്രശ്നങ്ങൾ എന്തായാലും ഒരാൾ വരുമ്പോൾ അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ഉറക്കം കിട്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും, ചിലപ്പം പബ്ലിക്കിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ കഴിയാത്ത പ്രശ്നം ഉണ്ടാവും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിൽ ചെറുതൊക്കെ എങ്ങനെ എന്ത് ചെയ്യാൻ മെല്ലെ മെല്ലെ എടുത്ത് അതിന് ഓരോന്നിനും ഒരു ലക്ഷ്യം കൊടുത്ത് അതിനെ ഒരു അച്ചീവ് ചെയ്യാനുള്ള പാകത്തിന് ഒരു നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ലൊരു ലക്ഷ്യം, ഇത് കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതും, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും ഒന്ന് ഇമാജിൻ ചെയ്യാനും ഒക്കെ അങ്ങനെ വരുമ്പോഴാണല്ലോ ഒരാൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടാകുക. ഓക്കെ, നല്ലൊരു ലക്ഷ്യത്തിലേക്ക്, അതായത് എനിക്കൊരു നല്ല ജോലി വേണം എന്ന് ചിന്തിക്കുമ്പോഴാണല്ലോ ആ ജോലിക്ക് നമ്മുടെ ഒരു ലക്ഷ്യം കണ്ടെത്തുക. എന്ത് ലക്ഷ്യത്തിലേക്ക് എത്തിയാലാണ് എനിക്ക് ആ ഒരു അത്യാവശ്യം സാമ്പത്തിക ബെനിഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുക എന്ന് നമ്മളൊരു പ്ലാൻ ചെയ്യും. അതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് കൊടുത്ത് അതിങ്ങനെ ചെറിയ രീതിയിലൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയാം, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ തേർഡ് സ്റ്റേജിൽ നല്ല ഒരു ഗോൾ സെറ്റ്, ഒന്നല്ല ചെറിയ ചെറിയ ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതും ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കലോട് കൂടിയിട്ട് ഇവർക്ക് ഈ കൗൺസിലിക്ക് അവരുടെ പ്രശ്നങ്ങൾ മാറണമെന്നും അത് കഴിഞ്ഞാൽ ഒരു നല്ല ലൈഫിലേക്ക് വരണമെന്നും എന്നൊരു ചിന്താഗതിയൊക്കെ വരും. അങ്ങനെ ആ ഒരു മൂന്നാമത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തൊരു സ്റ്റേജ് ഇത് എന്താണ്, ആക്ടിവിറ്റി സ്റ്റേജ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ തീരുമാനിച്ച കുറെ സെറ്റ് ഗോൾസ് ഉണ്ട്. ഈ ഗോൾസിന്റെ അതിലേക്ക് കിടക്കുമ്പോഴും അതോടൊപ്പം തന്നെ ഇതിന്റെ കുറെ തെറാപ്പികളൊക്കെ ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ പീരീഡ് ആണ് ഇത് പറയുന്നത് നാലാമത്തെ പീരീഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് പ്രധാനമായിട്ടും ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ഇമാജിനേഷനൊക്കെ കൊടുത്ത് ആ രീതിയിലേക്കൊക്കെ വരുമ്പോൾ നാലാമത്തെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. ഓക്കെ, അതിങ്ങനെ കുറേ ദിവസങ്ങൾ, ചിലപ്പോൾ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച എന്നൊക്കെ പറഞ്ഞ് ടാസ്കുകൾ കൊടുക്കണം. ആ കൊടുക്കുന്ന വർക്കുകൾ കംപ്ലീറ്റ് ഇവാലുവേറ്റ് ചെയ്യണം, എന്നിട്ട് ഇങ്ങനെ നോക്കണം, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരാൻ പറയണം, എന്നിട്ട് അതിനെക്കുറിച്ചൊന്ന് പഠിക്കണം, അവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു നോക്കുന്ന അത് ചെയ്യിപ്പിക്കുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ നാലാമത്തെ സ്റ്റേജ് എന്ന് പറയാം. ഓക്കെ, അഞ്ചാമത്തെ സ്റ്റേജ് അതും ചെയ്ത് അത്യാവശ്യം സെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അഞ്ചാമത്തെ സ്റ്റേജോട് കൂടിയിട്ട് അതൊരു അസസ്മെന്റ് നടത്തണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും മാസം നമ്മൾ ഈ കൗൺസിലിൽ ചെയ്ത കാര്യങ്ങളൊക്കെ എന്താണ് നിലവിലെ സാഹചര്യങ്ങൾ, അത് അവർക്ക് ഇഫക്റ്റ് ചെയ്തിട്ടുണ്ടോ, അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ, അവർക്ക് പേഴ്സണൽ ഡെവലപ്മെന്റ് വന്നിട്ടുണ്ടോ, പബ്ലിക് ഫിയർ മാറിയിട്ടുണ്ടോ, പിന്നെ അല്ലെങ്കിൽ എന്താണ് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടാവും പലർക്കും, ആരോടും ഇടപഴകാതെ എല്ലാം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഭയങ്കര മടി അല്ലെങ്കിൽ ഭയങ്കര ഒരു ഉൾവലിയുന്ന ക്യാരക്ടർ, ഇതൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് വിലയിരുത്താൻ ഒരു അസസ്മെന്റ് നടത്തുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല, ഇത് മാത്രം റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ അതിനെ റീഅറേഞ്ച് ചെയ്യണം, പുതിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ അത് ചെയ്തു, ഇതിനൊക്കെ പറയുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറയാം. അതോടൊപ്പം തന്നെ അഞ്ചാമത്തെ സ്റ്റേജ് കഴിയലോട് കൂടിയിട്ട് തന്നെ ഏകദേശം കൗൺസിലിംഗ് അവസാനിപ്പിക്കാൻ പോവുകയാണെന്നുള്ളത് കൗൺസിലിയെ കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ഒരു ആറാമത്തെ സ്റ്റേജോട് കൂടിയിട്ട് ടെർമിനേഷൻ സ്റ്റേജ് എന്ന് പറയും. അതോടുകൂടി നമ്മുടെ കൗൺസിലിംഗ് എന്ത് ചെയ്യുന്നു, ഔദ്യോഗികമായിട്ട് അവസാനിക്കുന്നു. ആ അവസാനിക്കലോട് കൂടിയിട്ട് കൗൺസിലർ അല്ലെങ്കിൽ കൗൺസിലി സ്വയം പര്യാപ്തനാവണം. ഓക്കെ, അങ്ങനെ സ്വയം പര്യാപ്തനാണെന്ന് നമ്മൾ തോന്നുമ്പോഴാണ് കൗൺസിലിംഗ് അവസാനിപ്പിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ഒരു 5-6 സ്റ്റെപ്പ് കഴിഞ്ഞാൽ കൗൺസിലിംഗിന്റെ ഒരു പ്രോസസ്സ് വളരെ ഭംഗിയായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ ഓക്കെ ഓരോന്ന് പറയാം, നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് പോവാം. ഓക്കെ, ഞാൻ ആ സ്ലൈഡ് ഷെയർ ചെയ്യാണ്. എന്തോ പറഞ്ഞോ? ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ
ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞിരുന്നു. ഓക്കെ, ഗോൾ ഗോൾ സെറ്റിംഗ് സ്റ്റേജിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ ദിസ് സ്റ്റേജ് ദ കൗൺസിലർ ആൻഡ് ക്ലൈന്റ് വർക്ക് ടുഗദർ ടു സെറ്റ് എ റിയലിസ്റ്റിക് ആൻഡ് അച്ചീവബിൾ ഗോൾ ഫോർ കൗൺസിലിംഗ് പ്രോസസ്. കൗൺസിലിംഗ് പ്രോസസ്സ് നടപ്പിലാക്കാൻ നല്ല റിയലിസ്റ്റിക് ആയ, മാത്രമല്ല നടപ്പിലാകും, അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന രീതിയിലുള്ള ഗോൾസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഗോൾ ഷുഡ് ബി. ആരും കാണുന്നില്ല? കാണുന്നുണ്ടോ? എത്ര പേർക്ക് കാണുന്നുണ്ട്, എത്ര പേർക്ക് കാണുന്നില്ല? കുഴപ്പമില്ലല്ലോ. നിങ്ങളൊന്ന് ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പൊ സ്മാർട്ട് ആയിരിക്കണം. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്പെസിഫിക്, ദെൻ മെഷറബിൾ, അച്ചീവബിൾ, റെലവൻറ്റ്, ടൈം ബേസ്ഡ്. ഓക്കെ, സ്പെസിഫിക് മീൻസ് എന്താണ്? മേക്ക് യുവർ ഗോൾ സ്പെസിഫിക് ആൻഡ് നാരോ ഫോർ മോർ ഇഫക്റ്റീവ് പ്ലാനിങ്. ഒരു സ്പെസിഫിക് ആയിരിക്കണം, കുറേ വൈഡ് സംഭവങ്ങളല്ല കൊടുക്കേണ്ടത്. ഒരു പെർട്ടിക്കുലർ സംഭവം ഒരു സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട സംഭവമാണ്. മെഷറബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ വിലയിരുത്താൻ പറ്റണം. ഇത്രയൊക്കെ ചെയ്തപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇത്ര ദിവസം എന്നൊക്കെ രീതിയിൽ പറയുന്ന പോലെ. അച്ചീവബിൾ, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ചിലർക്കൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കൊടുക്കുന്ന ടാസ്കുകൾ വലുതായി പോകുന്നുണ്ട്, അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്. അങ്ങനെ വരരുത്. ചെറുത് ചെറുത് കൊടുക്കുക. അവർക്ക് കഴിയാൻ പറ്റും. അവരെ ആരോഗ്യം, സാഹചര്യങ്ങൾ, വീട്, പിന്നെ മറ്റ് അറ്റ്മോസ്ഫിയർ, ജോലി, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കൊടുക്കാൻ. ഓക്കെ, റെലവൻ്റ് ആയിരിക്കണം. റെലവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസക്തമായിരിക്കണം. ഓക്കെ, പിന്നെ എന്താണ്? യുവർ ഗോൾ ഷുഡ് അലൈൻ വിത്ത് യുവർ വാല്യൂസ് ആൻഡ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്. അതായത് ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട സംഭവമാണ്. ഒരു ലോങ് ടേം ഒബ്ജക്റ്റീവ് ആണ്. ലോങ് ടേം, ദീർഘകാലത്തേക്കുള്ള ഒരു പ്ലാൻ ആയിരിക്കണം. അപ്പോൾ റെലവൻ്റ് ആയ കാര്യം തന്നെ കൊടുക്കുക. ടൈം ബേസ്ഡ് ആയിരിക്കണം. സെറ്റ് എ റിയലിസ്റ്റിക് ബട്ട് അംബീഷ്യസ് എൻഡ് ഡേറ്റ് ടു ക്ലാരിഫൈ ടാസ്ക് പ്രയോറിറ്റൈസേഷൻ ആൻഡ് ഇൻക്രീസ് മോട്ടിവേഷൻ. അല്ലെ, ഒരു കറക്റ്റ് ഒരു പെർട്ടിക്കുലർ ഡേറ്റ് കൊടുക്കണം. ഇത്ര ദിവസത്തിനുള്ളിൽ. ഇപ്പോൾ പിന്നെ ഒരു മാസത്തെ ഡേറ്റ് കൊടുത്തിട്ടാണെങ്കിൽ എന്താണ്, ഇന്നിപ്പോൾ 19-ാം തീയതി 18-ാം തീയതിയാണ്, അടുത്ത മാസം 18-ാം തീയതി വരെ എന്നൊരു ഒരു എൻഡ് ഡേറ്റ് കൊടുക്കുക. അങ്ങനെ ഒരു കൊടുക്കുമ്പോൾ ആ എൻഡ് ഡേറ്റിൻ്റെ ഉള്ളിൽ പരമാവധി എന്ത് ചെയ്യും, ടാസ്ക് തീർക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്മാർട്ട് ആയിരിക്കണം. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്? സെക്കൻഡ്. ഓക്കെ, എന്തൊക്കെയാണ് തേർഡ് സ്റ്റേജിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പുകളിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ? ഒന്ന്, ഡിഫൈൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഗോൾസ്. ചില സാധനങ്ങൾക്ക് ഷോർട്ട് ടേം ഗോൾസ് കൊടുത്താൽ മതിയാവും. ചില പ്രശ്നങ്ങൾക്ക് ചിലതിന് ലോങ് ടേം ഗോൾസ് കൊടുക്കേണ്ടി വരും. എന്താ, ചെറിയ ചെറിയ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിന്നെ നമ്മളൊരു ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അയാൾ വേറെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉറക്കം കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പോലെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ചെറിയ പ്രശ്നങ്ങൾക്ക് ചെറിയ ഗോൾസ് കൊടുത്താൽ മതിയാവും. ചെറിയ കാലഘട്ടത്തിലേക്കുള്ള സ്മോൾസ് കൊടുത്താൽ മതിയാവും. അത് ചിലപ്പോൾ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, ഒരിക്കലും എന്താണ് പറഞ്ഞത്, പിന്നെ എന്താണ് ഒരാൾ എന്നോട് പറഞ്ഞിരുന്നത്, ഭയങ്കരമായിട്ട് പിന്നെ ടെൻഷൻ വരുമ്പോൾ ഭയങ്കരമായിട്ട് മധുരം കഴിക്കാൻ തോന്നുക. ടെൻഷൻ വരുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ വരുമ്പോൾ എന്തെങ്കിലും മധുരം തന്നെ കഴിക്കാൻ തോന്നുക. അങ്ങനെ കുറേ മധുരം കഴിക്കുന്നു. അങ്ങനെ കുറേ മധുരം കഴിക്കുന്ന ശരീരത്തിന് ഒരിക്കലും നല്ലതല്ലല്ലോ. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ, അപ്പോൾ അതൊരു പിന്നെ ടെൻഷൻ്റെ ഒരു ബേസ് എന്ന് പറയുന്ന ഒരു PTSD പോലുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വല്ല ഗ്രീഫ് പിന്നെ കേസുകളുമായിരിക്കാം. പക്ഷേ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് മധുരം കഴിക്കാൻ തോന്നുക, പിന്നെ ചില ആളുകൾക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാൻ തോന്നുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ബേസ് ശരിയാക്കണം. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ പിന്നെ റിലേറ്റഡ് ആയ കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വലുതിനാണ് വലിയ വലിയ ഗോൾസ് സമയം പിന്നെ അനുസരിച്ച് കൊടുക്കുക. വാട്ട് ദ ക്ലൈന്റ് വാണ്ട്സ് ടു അച്ചീവ് ത്രൂ കൗൺസിലിംഗ്. ഒരു കൗൺസിലിംഗ് കൊണ്ട് ക്ലൈന്റ് എന്താണോ അച്ചീവ് ചെയ്യാൻ ആണോ? എല്ലാവർക്കും ഉണ്ടോ പ്രശ്നം? വോയിസ് ബ്രേക്ക് ആകുന്നുണ്ടോ? ഓക്കെ 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 ഓക്കെ. ഇന്ത്യയിൽ ഏറ്റവും നല്ല സിമ്മിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ എന്താ സ്ഥിതി? കേൾക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ ആണോ? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ പറയൂട്ടോ. ഓക്കെ, പിന്നെന്താണ് നേരത്തെ പറഞ്ഞത്? ഡിഫൈനിങ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഗോൾ,
മേക്കിംഗ് ഗോൾസ് സ്പെസിഫിക് ആൻഡ് മെഷറബിൾ. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തു. സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം. അലൈൻ ഗോൾ വിത്ത് ക്ലയൻസ് സ്ട്രെങ്ത്. ക്ലയന്റിന്റെ സ്ട്രെങ്ത് ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഗോൾ അലൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. കേൾക്കുന്നുണ്ടോ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ. ആണോ? ഒന്ന് എല്ലാവരും മൈക്കൊന്ന് ഓഫ് ചെയ്യണം ആവശ്യത്തിന്. ഓക്കെ. ആരെങ്കിലും ഒഴിവാക്കാൻ മ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. ക്രിയേറ്റിംഗ് എ പ്ലാൻ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറയട്ടോ. ക്രിയേറ്റിംഗ് എ പ്ലാൻ, എസ്റ്റാബ്ലിഷിംഗ് എ റോഡ് മാപ്പ് ടു അച്ചീവ് ടു സെറ്റ് ഗോൾസ്. നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുക. ഒരു റോഡ് മാപ്പ് എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള മെത്തേഡുകൾ, ഒരു പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ ചെയ്തു കൊടുക്കാം. അപ്പൊ എന്താണ് ഈ ഒരു ഗോൾ സെറ്റിംഗ് കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ഡെവലപ്പ് എ ക്ലിയർ ആക്ഷൻ പ്ലാൻ ടൈലേർഡ് ടു ദ ക്ലയൻസ് നീഡ്. ഒരു ക്ലയന്റിന്റെ നീഡ് അനുസരിച്ച് അയാൾക്ക് നല്ല ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു പ്രവർത്തന പദ്ധതി അല്ലേ, ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മൾ 1950 1950 ഇന്ത്യ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഉണ്ടാക്കുന്നത്. 1951 കൂടിയിട്ട് ഇന്ത്യ ഒരു പ്ലാനിംഗ് കമ്മീഷന്റെ 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സ്കൂളിലൊക്കെ. പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയും. ഓക്കെ. 5 വർഷത്തേക്ക്, അടുത്ത കമ്മിങ് 5 ഇയേഴ്സ്, അടുത്ത 5 വർഷത്തേക്ക് രാജ്യത്തിൽ എന്തൊക്കെയാണോ പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട സെക്ടർ ഏതാണ്, മേഖല ഏതാണ്, അതിന് കൂടുതൽ പണം സ്പെൻഡ് ചെയ്യുക, കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരിക, ആ മേഖലയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അതിന് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരിക. അപ്പൊ ഇതൊരു ഇന്ത്യയിലെ ഒരു പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ഓക്കെ. പ്ലാനിംഗ് കമ്മീഷന്റെ കീഴിൽ, ഇപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ ഇപ്പൊ നിലവിലില്ല, നീതി ആയോഗ് എന്ന് പറയും. ഓക്കെ. അത് റഷ്യയിലൊക്കെ മുമ്പ് നടത്തിയിരുന്ന ഒരു പ്രോഗ്രാമാണ്, നമ്മുടെ കടയെടുത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. ഒരു കർമ്മ പദ്ധതി ഉണ്ടാക്കുമ്പോൾ ഒരു ടൈം സെറ്റ് ചെയ്ത്, ആ ഒരു ടൈം ബൗണ്ടിനുള്ളിൽ ഒരു കർമ്മ പദ്ധതി ഉണ്ടാക്കുമ്പോൾ ആ സമയത്തിനുള്ളിൽ മാക്സിമം ലക്ഷ്യം നേടാൻ വേണ്ടി ശ്രമം നടത്തും. ഓക്കെ. അപ്പോൾ ഓരോ വർഷവും അതിനെ വിലയിരുത്തുകയും ചെയ്യും. അങ്ങനെ ഒരു ടൈം ബൗണ്ട് ആക്കി ഒരു കാര്യം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെ വിലയിരുത്താനും അതിനെ മെഷർ ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ. അതാണ് പ്രധാനമായിട്ടും. ഓക്കെ. ദെൻ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഗോൾ സെറ്റിംഗ്സ്? ഈ ഒരു സ്റ്റേജിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഡിഫൈൻ ക്ലിയർ ആൻഡ് അച്ചീവബിൾ ഗോൾ. ഒന്നെന്താണ്? ക്ലിയർ ആയിരിക്കണം, അച്ചീവബിൾ ആയ ഒരു ഗോളാണ് കൊടുക്കേണ്ടത്. രണ്ടാമത്തത് അലൈൻ ഗോൾ വിത്ത് ക്ലയന്റ് നീഡ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ക്ലയന്റിന്റെ നീഡ് അനുസരിച്ച് എന്ത് ചെയ്യണം, അതിനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ബ്രേക്ക് ഡൗൺ ലാർജ് പ്രോബ്ലം. വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളാക്കി ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. എന്താണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനെ ചെറിയൊരു പാർട്ടുകളാക്കിയിട്ട് ഓരോന്ന് മാറ്റി മാറ്റി കൊണ്ടുവരുന്ന രീതിയിലേക്ക് ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ ആകുമ്പോൾ അതിന് ചെറിയ ചെറിയ ടാസ്കുകളും ചെറിയ ചെറിയ പ്രശ്നങ്ങളുമായിട്ട് മാറും. വലിയ ഭാരം തലയിൽ കിടക്കുന്നതിന് പകരം ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെന്നൊരു മാനസികമായൊരു ഫീലിംഗ് ആർക്ക് വരും? ക്ലയന്റിന് വരും. ഓക്കെ. പിന്നെന്താണ്? ഇൻക്രീസ് മോട്ടിവേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. നല്ല മോട്ടിവേഷൻ കൊടുക്കണം. മാത്രം എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ആളുകളുടെ ആകെ മാനസികമായിട്ട് തകർന്നിട്ടൊക്കെയാണ് വരിക. ഓക്കെ. അത്തരം ഒരു സ്റ്റേജിൽ നിന്നായിരിക്കും പലപ്പോഴും വരിക. ഈ സ്റ്റേജിൽ നിന്ന് ഒരു കൗൺസിലറുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ കൗൺസിലർ പരമാവധി മോട്ടിവേറ്റ് ചെയ്യണം അവരെ. എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ അവരെ സെൽഫ് സഫിഷ്യന്റ് ആക്കി കൊണ്ടുവരിക. അപ്പോൾ ഒരു കൗൺസിലിംഗ് സൈക്കോളജി ശരിക്കും നമ്മൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചർച്ച ചെയ്തിരുന്നു, എന്താണ്? നമ്മളെ തന്നെ സെൽഫ് സഫിഷ്യന്റ് ആക്കുക. നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റുക, പേഴ്സണൽ ഡെവലപ്മെന്റ് വരിക, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വരിക. ഓക്കെ. ഒരു നല്ല ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും അതിനോടൊക്കെ പൊരുത്തപ്പെടാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഒരു സ്വഭാവം, പെരുമാറ്റ രീതികളെ ഒക്കെ ഒന്ന് കോപ്പ് ചെയ്യുക. ആ രീതിയിലേക്കൊക്കെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കുന്നതിനൊക്കെയാണ് പ്രധാനമായിട്ടും ഈ കൗൺസിലിംഗ് സൈക്കോളജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പേഴ്സണൽ ഡെവലപ്മെന്റ് തന്നെയാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ നല്ല മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റണം അല്ലേ? നല്ലൊരു മോട്ടിവേഷൻ കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ സ്റ്റേജ് ഏറെക്കുറെ നല്ല സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. പ്രൊവൈഡ് എ ഫ്രെയിം ഫോർ കൗൺസിലിംഗ്. എസ്റ്റാബ്ലിഷ് എ സ്ട്രക്ചേർഡ് പാത്ത് ഫോർ ഫ്യൂച്ചർ സെഷൻ. ഓരോ സെഷനും ഇപ്പൊ ഇന്നത്തെ ഈ സെഷൻ കഴിഞ്ഞാൽ 4ാമത്തെ സെഷൻ വരുമ്പോൾ അതിനൊരു പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുക. എന്ന് പറഞ്ഞാൽ അതിനൊരു ഫ്രെയിം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ആകുമ്പം കൗൺസിലിംഗ് കൂടി മാനസികമായിട്ട് ഒരുങ്ങിയിട്ട് വരാൻ പറ്റും. ഓക്കെ. ഓക്കെ. അടുത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓഫ് ഗോൾ സെറ്റിംഗ്സ് ഇൻ എ കൗൺസിലിംഗ്. ഓക്കെ. ഒരു കൗൺസിലിംഗിൽ
ഏതായിരുന്നു? ഒബ്ജക്റ്റീവാ? ഒബ്ജക്റ്റീവ് ആണോ പറയേണ്ടത്? ആ, ഓക്കെ. കേൾക്കുന്നില്ല. എന്തോ പ്രശ്നമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒന്ന് പറ, പ്രശ്നങ്ങളില്ലാന്ന്. ഓക്കെ ആണ്, ഓക്കെ, ഓക്കെ, ശരി. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻ നോക്കുക. ഡിഫൈൻ ക്ലിയർ ആൻഡ് അച്ചീവബിൾ ഗോൾസ് ആയിരിക്കണം. അലൈൻ ഗോൾസ് വിത്ത് ക്ലയൻസ് നീഡ് ആയിരിക്കണം. എന്താണ്, ക്ലയന്റിന്റെ സാഹചര്യം അനുസരിച്ച്, നീഡിനനുസരിച്ചായിരിക്കണം കൊടുക്കേണ്ടത്. ബ്രേക്ക് ഡൗൺ ലാർജ് പ്രോബ്ലംസ്, വലിയ വലിയ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പീസുകളാക്കി അതിങ്ങനെ പരിഹരിച്ച് കൊണ്ടുപോവുക. പിന്നെന്താ പറഞ്ഞത്? ഇൻക്രീസ് മോട്ടിവേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. പരമാവധി നല്ല മോട്ടിവേഷൻ കൊടുക്കുക, നല്ല കമ്മിറ്റ്മെന്റ് കൊണ്ടുവരിക. ഓക്കെ. പിന്നെന്താണ്? പ്രൊവൈഡ് എ ഫ്രെയിം ഫോർ കൗൺസിലിംഗ്. കൗൺസിലിങ്ങിനൊരു ഫ്രെയിം ഉണ്ടാക്കി കൊടുക്കുക. ഈ ഒരു എന്ന് പറഞ്ഞാൽ അതിനൊക്കെ പരമാവധി ഈ ഒരു ലെവലിലേക്കൊക്കെ വരുന്നത് ഇതിന്റെ ലാഗിങ് ടൈം പിന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ ലാഗ് ചെയ്ത് പോവാതെ വലിച്ചു നീട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. കൃത്യമായ ഒരു ഫ്രെയിമിനുള്ളിലേക്ക് വരുമ്പോൾ ദിവസങ്ങൾ, സെഷൻസുകൾ കൂടുതൽ വന്നാൽ പോലും അത് വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. ലൂസ് സ്റ്റോക്കുകൾ പരമാവധി കുറയും. ലൂസ് സ്റ്റോക്കിന്റെ സമയം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒന്നാമത്തെ സ്റ്റേജിലാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റാപ്പോ ബിൽഡ് ചെയ്യുന്ന സമയത്താണ് പ്രധാനമായിട്ട് ലൂസ് സ്റ്റോക്കിനൊക്കെ സമയമുള്ളൂ. പിന്നീട് ലൂസ് സ്റ്റോക്ക് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെയും കുറേ കഥകൾ പറഞ്ഞ് സമയം കളയാനും ഒരു കൗൺസിലർ ശ്രമിക്കൂല. കാരണം എന്താണ്? അയാൾക്ക് ഇതൊരു തൊഴിലാവുമ്പോൾ പരമാവധി എത്രയും പെട്ടെന്ന് തീർത്ത്, എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത്, എത്രയും പെട്ടെന്ന് റിസൾട്ട്ഫുൾ ആക്കി മാറ്റാനാണ് ശ്രമിക്കുക. ഓക്കെ. ദെൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓഫ് ഗോൾ സെറ്റിംഗ്സ് ഇൻ കൗൺസിലിംഗ്. ഒരു കൗൺസിലിംഗിലെ ഗോൾ സെറ്റിംഗ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഒന്ന്, കൊളാബറേറ്റീവ്ലി ഡിഫൈൻ ഗോൾ. രണ്ടുപേരും ഒരുമിച്ചാണ് ഈ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഗോൾ സെറ്റ് ചെയ്യേണ്ടത് കൊളാബറേറ്റീവ് ആയിട്ടാണ് കേട്ടോ. രണ്ടുപേരും ഗോൾ ഷുഡ് ബി സെറ്റ് ടുഗദർ ബൈ ബോത്ത് ദ കൗൺസിലർ ആൻഡ് ക്ലൈന്റ്. ക്ലൈന്റും കൗൺസിലറും ഒരുമിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. എന്തിനാണ്? റാദർ ദാൻ ഇമ്പോസ്ഡ് ബൈ എ കൗൺസിലർ. ഒരു കൗൺസിലർ പിന്നെ കൗൺസിലിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ഏറ്റവും നല്ല രണ്ടുപേരും പരസ്പരം ചർച്ച ചെയ്തിട്ട്, അല്ലേ, രണ്ടുപേരും കൂടി പരസ്പരം ചർച്ച ചെയ്തൊരു ഗോൾ സെറ്റ് ചെയ്യലാണ്. ഓക്കെ. പിന്നെന്താ പറഞ്ഞത്? ക്ലയന്റ് ഷുഡ് ഫീൽ ദാറ്റ് ദ ഗോൾ ആർ പേഴ്സണലി മീനിങ് ആൻഡ് അറ്റൈനബിൾ. മാത്രമല്ല കൗൺസിലിക്ക് അല്ലെങ്കിൽ ക്ലയന്റിന് മനസ്സിലാവണം. എന്താ മനസ്സിലാവേണ്ടത്? ഇതെനിക്ക് ആവശ്യമാണ്, എൻ്റെ ജീവിതത്തിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്ക് മാറ്റം വരാൻ കൗൺസിലിംഗ് അത്യാവശ്യമാണ് എന്ന് ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് മാനസികമായിട്ട് ഇതിനു വേണ്ടി തയ്യാറാകുക. ഓക്കെ. ദെൻ അടുത്തത് ക്വസ്റ്റ്യൻസ് ടു ഹെൽപ്പ് ഡിഫൈൻ ഗോൾ. ഓക്കെ. ജസ്റ്റ് നോക്കിക്കോളൂ, ജസ്റ്റ് ഇങ്ങനെ വായിച്ചങ്ങ് പോവാം. ഒരു ഗോൾ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ക്ലയന്റിനോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ്? ഇഫ് ദിസ് പ്രോബ്ലം വേർ സോൾവ്ഡ്, ഹൗ വുഡ് യുവർ ലൈഫ് ബി ഡിഫറെൻറ്റ്? നമ്മൾ ചോദിക്കുക. എന്താണ്? ഇപ്പോൾ ഒരു വേണമെങ്കിൽ ഡി അഡിക്ഷന് വേണ്ടിയിട്ട് വന്നു, വല്ലാത്ത മദ്യപാനം, മദ്യപിച്ച് ഒരു ദിവസം കിട്ടുന്ന പണിയുടെ ശമ്പളത്തിൻ്റെ കൂലിയുടെ പകുതിയിലധികം എമൗണ്ടും മദ്യപാനത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കുക. ഓക്കെ. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കുക. അങ്ങനെ സ്വാഭാവികമായിട്ടും ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഇത്തരം ആളുകളോട് ചോദിക്കുക, എന്താണ്? വാട്ട് ഇഫ് ദിസ് പ്രോബ്ലം വേർ സോൾവ്, നിങ്ങളുടെ പ്രശ്നം ഞാൻ പരിഹരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പരിഹരിക്കപ്പെടുകയാണെങ്കിൽ, ഹൗ വുഡ് യുവർ ലൈഫ് ബി ഡിഫറെൻറ്റ്? അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് മാറി എത്രത്തോളം മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും? ഇത് കൊടുക്കുക. അതെന്താ ചോദിച്ച് അങ്ങനെ പറയാൻ കാരണം, അങ്ങനെ നല്ലൊരു ലൈഫിൽ ഒരു നല്ല വീട്, നല്ല സാഹചര്യങ്ങൾ, നല്ല സാമ്പത്തികം എന്നൊക്കെ ആലോചിക്കുമ്പോൾ അതിലേക്ക് എത്താനുള്ള ഗോളുകൾ ഉണ്ടാവും, ലക്ഷ്യങ്ങളുണ്ടാവും, ഒക്കെ ഒരു ലക്ഷ്യബോധം ഉണ്ടാവും. ഓക്കെ. ദെൻ അപ്പോൾ ചോദിക്കുകയാണ്, എന്താണ്? ഇഫ് ദിസ് പ്രോബ്ലം വർ സോൾവ്ഡ് ഹൗ വുഡ് യുവർ ലൈഫ് ബി ഡിഫറെൻറ്റ്? പ്രശ്നമൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫ് ഉണ്ടാകുക? ഓക്കെ. അതേപോലെ തന്നെ വാട്ട് സ്മോൾ ചേഞ്ചസ് വുഡ് മേക്ക് എ ബിഗ് ഡിഫറൻസ് ഫോർ യു? എന്തൊക്കെയാണ് ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ, ചെറിയ എന്താണ് സ്മോൾ ചേഞ്ചസ്, മാറ്റങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാറ്റം എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്ക് നല്ല ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള ഫീലിംഗ് വരും, ഒരു മോട്ടിവേഷൻ വരും. അതല്ലാതെ ഡോണ്ട് ആസ്ക്. എന്താണ്? സെറ്റിംഗ് ഗോൾസ് ദാറ്റ് ദ ക്ലയന്റ് ഡസ് നോട്ട് ഫുള്ളി എഗ്രി വിത്ത്. നല്ല പൂർണ്ണമായിട്ടും ക്ലയന്റും ഇത് ഞാൻ ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ, പിന്നെ എന്താണ്, അങ്ങനെയാണെങ്കിൽ ഒരു ഫുള്ളി എഗ്രി ചെയ്യാത്തതാണെങ്കിൽ
പിന്നെ അത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. രണ്ട് കൂട്ടരും കൃത്യമായിട്ട് എഗ്രി ചെയ്യുന്ന ചെറിയ ചെറിയ ഗോളാണെങ്കിൽ ചെറിയത് കൊടുക്കുക, വലുതാണെങ്കിൽ വലുത് കൊടുക്കുക. മേക്കിംഗ് ഗോൾസ് അൺറിയലിസ്റ്റിക് ആയ ഗോൾസും നൽകാതിരിക്കുക. ഓക്കെ, ക്ലിയർ? ഓക്കെ, അടുത്ത നോക്കിക്കോളൂ. ബ്രേക്കിംഗ് ഡൗൺ ഗോൾസ് ഇൻ ടു സ്മോൾ സ്റ്റെപ്സ്. വലിയ വലിയ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാക്കിയിട്ട് മാറ്റുക. എങ്ങനെയാ? ലാർജ് ഓർ ഓവർവെൽമിംഗ് പ്രോബ്ലം വുഡ് ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ അച്ചീവബിൾ സ്റ്റെപ്സ് ടു മെയിൻറ്റെയിൻ മോട്ടിവേഷൻ. വലിയ വലിയ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളാക്കിയിട്ട് ചെറുതാക്കിയിട്ട് നല്ല മോട്ടിവേഷനോട് കൂടിയിട്ട് തന്നെ അതിനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരിക. ഉദാഹരണം പറയാം. എക്സാമ്പിൾ ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ടു എ ഗോൾ. എന്താണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം? എന്താണ് ഗോൾ? എന്താണ്? ഐ വാണ്ട് ടു ഓവർകം എ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. ലക്ഷ്യമാണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ എന്താണ് ഒരു മൂന്നാമത്തെ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, ഒരു എയിം അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടുത്തെ അയാളുടെ ഗോൾ എന്താണ്? എനിക്ക് പബ്ലിക്കിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ കഴിയണം. ഐ വാണ്ട് ടു ഓവർകം മൈ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. പബ്ലിക്കിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഭയമില്ലാതെ സംസാരിക്കാൻ കഴിയണം. ഇതാണ് ലക്ഷ്യം. ഒരാൾ വന്നിട്ട് പിന്നെ പറയുകയാണ്, വിഷമങ്ങൾ പറയുകയാണെങ്കിൽ ലക്ഷ്യം കൊടുക്കുക. ഇതാണ് ലക്ഷ്യം. എന്താണ്? ഞാൻ പബ്ലിക്കിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ കഴിയുന്ന ആളാവണം, എനിക്കാവണം എന്നൊരു ലക്ഷ്യം കൊടുക്കുക. അങ്ങനെ ലക്ഷ്യം കൊടുത്തു കഴിഞ്ഞാലോ ഓരോ സ്റ്റെപ്പ്, ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സ്റ്റെപ്പുകളുണ്ട്. ഒന്ന്, സ്റ്റെപ്പ് 1 പ്രാക്ടീസ് സ്പീക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മിറർ. ഒരാൾക്ക് തീരെ പബ്ലിക്കിനോട് സംസാരിക്കാൻ കഴിയുന്നില്ല, എപ്പോഴും പേടിയാണ്. 2 വാക്ക് സംസാരിക്കാൻ ചില ആളുകൾ കണ്ടിട്ടില്ലേ, എല്ലാ കാര്യത്തിനും മുമ്പിലുണ്ടാവും. നാട്ടിൽ കല്യാണം നടത്താൻ മുമ്പിലുണ്ടാവും, പ്രശ്നപരിഹാരങ്ങൾക്ക് മുമ്പിലുണ്ടാവും, കൗൺസിലിംഗ് വേണമെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കും. നല്ല ആക്റ്റീവാണ് എല്ലാ കാര്യത്തിലും. വീട് വെച്ച് കൊടുക്കണമെങ്കിൽ വീട് വെച്ച് കൊടുക്കാനുള്ള ആളെ കണ്ടെത്തും, എല്ലാം ചെയ്യും. പക്ഷേ 2 വാക്ക് സംസാരിക്കാൻ കഴിയില്ല. എവിടെ വെച്ചിട്ട്? പബ്ലിക്കിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് സംസാരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ ഒരു നന്ദി പറയാൻ കഴിയില്ല. ഓക്കെ, ഇന്ന് നമ്മുടെ ഒരു സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോഗ്രാമിൽ സ്വാഗത പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് നന്ദി പറയാൻ വേണ്ടിയിട്ട് അവിടുത്തെ സീനിയർ, ഏറ്റവും കൂടുതൽ കുറച്ച് ഏജ്ഡ് ആയ സീനിയർ ഒരു ലേഡി സ്റ്റാഫിനെ വിളിച്ചു. ഓക്കെ, വിളിച്ചതോടുകൂടി അവരാകെ പേടിച്ച് വിറച്ച് കൈയും കാലും മുട്ടും കൂട്ടിയടിച്ച് ആകെപ്പാട് വല്ലാത്തൊരവസ്ഥയിലെത്തി. ഓക്കെ, അപ്പം ഞങ്ങൾ കരുതിയെന്നാൽ വേണ്ട, എന്ത് ചെയ്യാം, വേറെ ആരെങ്കിലും വിളിക്കാൻ. പക്ഷെ സ്ത്രീ വന്ന് നന്ദി പറയാൻ വേണ്ടിയിട്ട് നിന്നു. പക്ഷേ വാക്കുകൾ വരുന്നില്ല, ശബ്ദം പുറത്തേക്ക് കിട്ടുന്നില്ല, ഭയങ്കര വാചാലമായി സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ ജസ്റ്റ് ഒരു കുറച്ചാളേ ഉള്ളൂ, ആകെ ഒരു 8, 9, 10 ആളെങ്ങാനുള്ളൂ, 8 ആളെങ്ങാനുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ അവിടെ എത്തലോട് കൂടിയിട്ട് എന്ത് ചെയ്തു, അതുവരെയുള്ള എല്ലാ സാഹചര്യവും മാറി. ഈ പറയപ്പെടുന്ന സ്ത്രീ ഭയങ്കര പാനിക്കായി, പേടിയായി, ഭയങ്കര പ്രശ്നമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമായി. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പബ്ലിക് സ്പീക്കിംഗ് കപ്പാസിറ്റി ഇല്ലാത്ത കുറേ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവർ വലിയ നേതാക്കന്മാരായിരിക്കാം, അല്ലെ? അവർ വലിയ വലിയ പ്രശ്നങ്ങൾ ഡീൽ ചെയ്ത്. പറഞ്ഞോ, കേൾക്കുന്നില്ല? ഓക്കെ, ഓക്കെ. അല്ല, കൗൺസിലിംഗ് കൊടുക്കാം. കൗൺസിലിങ്ങിന്റെ ആവശ്യമില്ല ശരിക്കും. അതിന്റെ സ്റ്റെപ്പുകൾ ഉണ്ട്, നമുക്ക് പറയാം. പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഒക്കെ ഒരു പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് പറയാം. പറഞ്ഞു. ആ, അതന്നെയാണോ ചോദിച്ചത്? വേറെ ആരോ ഒരാൾ. ഓക്കെ, അത് കൗൺസിലിംഗ് എന്നുള്ളതല്ല. നമ്മളിപ്പോ ഒരു പിന്നെ ചെറിയ ഒരു വലിയൊരു പ്രശ്നമൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം ഇതും ഒരു പ്രശ്നം തന്നെ ആയിരിക്കും, അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും മുമ്പ് പേടിച്ചതുകൊണ്ടോ അങ്ങനെയൊക്കെ ആവാം. അല്ലെങ്കിൽ പിന്നെ ഇത് മാത്രമുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എങ്ങനെ പിന്നെ ഓരോ പാർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് ശരിയാക്കി എടുക്കുക എന്നുള്ളതിന്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, പറയാം. എങ്ങനെയാണെന്ന് പറയാം, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാം. ഒരാൾക്ക് പബ്ലിക് സ്പീക്കിംഗ് ആണ് ഭയങ്കര പേടി, പക്ഷെ അതായിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു ദിവസം ഉടനെ എന്നിട്ട് പറയാം, നിങ്ങൾ വെറുതെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല, 4 വാക്ക് അങ്ങ് എഴുന്നേറ്റ് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊക്കെ തീരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ അയാൾ എഴുന്നേറ്റ് എന്നിട്ട് 4 വാക്ക് പറയൊന്നുമില്ല. അതിന് നിരന്തരം പ്രാക്ടീസ് ആവശ്യമുണ്ട്. എങ്ങനെ പ്രാക്ടീസ് ആവശ്യം? എത്രയായിട്ടും പ്രസംഗിക്കാൻ പേടിയില്ല. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, നമ്മുടെ ഒരു പിന്നെ പരിചയമുള്ള ഒരാൾ, വർഷങ്ങളോളം അയാളൊരു ഒരു സ്ഥാപനത്തിന്റെ ഹെഡാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏറ്റവും വലിയൊരു പൊസിഷനിലുള്ള ആളാണ്. പക്ഷേ ഒരു വാക്കും സംസാരിക്കൂല, ഒറ്റ വാക്ക് സംസാരിക്കൂല. അധ്യക്ഷനായിരിക്കും എല്ലാ മീറ്റിങ്ങിന്റെയും, പക്ഷെ അധ്യക്ഷ പ്രസംഗം നടത്തൂല, ഒന്നും പറയില്ല. നേരെ പിന്നെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എന്ത് ചെയ്യും, മാറ്റിക്കൊടുക്കും. കുറച്ച് എഴുന്നേറ്റ് എന്നിട്ട് പറയും,
എന്നാൽ ഇന്ന കാര്യങ്ങൾ സെക്രട്ടറി സംസാരിക്കും എന്ന് പറയും. മൈക്കിന്റെ മുമ്പിലേക്ക് പോലും വരില്ല. അപ്പം പക്ഷെ അയാൾക്ക് നല്ല കഴിവുണ്ട്. ഒരു കാര്യം മാനേജ് ചെയ്യാനും ഒരു ക്രൗഡിനെ കൊണ്ടുപോകാനും ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാനൊക്കെ കഴിവുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാണ്. ദെൻ എക്സാമ്പിൾ ഓഫ് ബ്രേക്കിംഗ് ഡൗൺ എ ഗോൾ. എന്താണ് മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് ടു ഓവർകം മൈ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. എനിക്ക് പബ്ലിക് സ്പീക്കിന്റെ പേടി മാറ്റണം എന്നൊരാൾ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സ്റ്റെപ്പുകൾ കൊടുക്കാം. എങ്ങനെയാണോന്ന്, പ്രാക്ടീസ് സ്പീക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. ആദ്യം അദ്ദേഹം എന്ത് ചെയ്യണം, സ്വന്തത്തോട് ഇപ്പോൾ സംസാരിക്കാൻ ആർക്കും പേടി ഉണ്ടാവില്ലല്ലോ. കുറച്ച് വലിയൊരു കണ്ണാടി വാങ്ങിപ്പിക്കുക, ചെറുതുപോലെ കുറച്ച് വലുത്, ഫുൾ ബോഡി കാണാൻ പറ്റുന്ന രീതിയിൽ പിന്നെ ഒരു കണ്ണാടി വാങ്ങിപ്പിക്കുക. എന്നിട്ട് കുറച്ച് ദിവസം എന്ത് ചെയ്യുക, ചെറിയ ചെറിയ ടോപ്പിക്കുകൾ എന്തെങ്കിലും എടുത്തിട്ട് സ്വന്തത്തോടെ തന്നെ അങ്ങ് സംസാരിക്കുക. അതിൽ ഔദ്യോഗികമായിട്ട് പിന്നെ ഒരു പ്രസംഗം തുടങ്ങുന്നത് പോലെ തന്നെ സംസാരിപ്പിച്ച് വരിക. കുറച്ച് ദിവസം അങ്ങനെ സംസാരിക്കുക. അത് കഴിഞ്ഞാലോ, അങ്ങനെ സ്വന്തത്തോട് ഇങ്ങനെ സംസാരിച്ച് കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം പിന്നെ വളരെ അടുത്ത തിക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും, വളരെ അടുത്ത ഫ്രണ്ട്സ്. അവരോട് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന രീതിയിൽ കുറച്ച് എന്ത് ചെയ്യാം, സംസാരിക്കുക. അത് വെറും സംസാരം മാത്രം പോരാ. സംസാരിക്കേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔദ്യോഗിക സംസാരം നടത്തുക. വെറുതെ കാഷ്വൽ ടോക്ക് അല്ല. അപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് ഇപ്പോൾ നടക്കുന്ന ഏതെങ്കിലും യുദ്ധമോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ടോക്ക് നടത്താം. അത് സ്വന്തം അടുത്ത സുഹൃത്തുക്കളോട്. അത് കുറച്ച് ദിവസം നടത്തി കഴിയുമ്പോഴേക്കും മെല്ലെ മെല്ലെ അതിനൊരു സ്ട്രക്ചറൊക്കെ വരും, പേടിയൊക്കെ മാറി മാറി വരും. അങ്ങനെ ആകുമ്പോൾ ഗിവ് എ ഷോർട്ട് സ്പീച്ച് ഇൻ എ സപ്പോർട്ടീവ് സെറ്റിങ്സ്. ഏതെങ്കിലും ഒരു ചെറിയ പരിപാടിയിൽ വളരെ ഷോർട്ടായിട്ട് ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ചെറിയ സ്പീച്ച് നടത്താൻ വേണ്ടി തയ്യാറാകുക. അതും സപ്പോർട്ടീവ് സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വേണമെങ്കിൽ അതിന് മൈക്ക് ആവശ്യം ഉണ്ടാവും. കാരണം പിന്നെ ഒച്ചയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ശബ്ദം ഇടാൻ സാധ്യത ഉണ്ട്. മൈക്ക് ആവശ്യം ഉണ്ടാവും. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം വെക്കേണ്ടി വരും. ചിലപ്പോൾ ഈ പിന്നെ ലെക്ചർ പോഡിയം അല്ലേ, നമ്മൾ വിറതാങ്ങി എന്ന് പറയും. പ്രസംഗിക്കുമ്പോൾ വിറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വിറതാങ്ങുന്ന ഒരു സാധനം എന്ന് പറയും അല്ലേ. വിറതാങ്ങി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എഴുന്നേറ്റ് നിന്ന് നമ്മൾ കൈയൊക്കെ വെച്ച് സംസാരിക്കുന്ന സാധനം ഉണ്ടല്ലോ, പോഡിയം. അത് വെക്കേണ്ടി വരും. അതെന്തിനാ ഇത് വെക്കുന്നത്, അത് ഒരു വലിയൊരു സംഭവമാണ് ഈ വിറതാങ്ങി എന്ന് പറയുന്ന സാധനം. സംസാരിക്കുമ്പോൾ അതുണ്ടെങ്കിൽ വളരെ കംഫർട്ടായിട്ട് സംസാരിക്കാൻ പറ്റും. നമ്മുടെ വിറയൊക്കെ എന്ത് ചെയ്യും, അതിലങ്ങ് പോവും. അപ്പോൾ അത്തരം കാര്യങ്ങൾ വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് സംസാരിക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാം. അങ്ങനെ അങ്ങനെ മെല്ലെ 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 ചെറിയ ചെറിയ ടാസ്കുകൾ കൊടുത്ത് കുറഞ്ഞ ദിവസങ്ങൾക്ക് ടാസ്കുകൾ കൊടുത്ത് ഒരു പ്രശ്നം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരിഹരിച്ച് കൊണ്ടുവരാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാണേ, ഇതേപോലെ ഓരോ കാര്യങ്ങൾക്കും. ഓക്കെ, ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രം. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ചില ആളുകളൊക്കെ, എല്ലാവരും ഇല്ലേ, നന്നായിട്ട് പ്രസംഗിക്കുന്ന കണ്ടിന്യൂസ് 1 മണിക്കൂറും 2 മണിക്കൂറൊക്കെ സംസാരിക്കാൻ കഴിവുള്ള ആളുകളുണ്ട്. അവർ ഒരു ദിവസം തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് 1 മണിക്കൂർ സംസാരിച്ചവരല്ല. ഹലോ, എന്തോ പറഞ്ഞോ? ആ ആ പറ. ആ ഓക്കെ. അതായത് നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിൽ എന്തായാലും നമുക്ക് ക്ലയന്റിന് ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാൻ പറ്റണമെന്നില്ല. ഒരു പക്ഷേ നമുക്ക് വഴികൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് ചില ആളുകൾക്ക് പിന്നെ ഈ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് അവർക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നടന്നോളണമെന്നില്ല. പക്ഷെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവരിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മെത്തേഡുകൾ അറിയുമായിരിക്കും. പക്ഷെ സ്വന്തം സാഹചര്യത്തിൽ അത് നടപ്പിലാക്കാൻ പറ്റണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ചിലർ പറയാറില്ലേ, നിങ്ങളാരും എന്നെ നോക്കരുത്, ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, അത് നടപ്പിലാക്കാൻ പറ്റും, നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്തോളൂ, എൻ്റെ കാര്യം നോക്കരുത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പ്രസംഗിക്കുന്ന ആളുകളും അഡ്വൈസൊക്കെ ചെയ്യുന്ന ആളുകൾ പറയും. അതേപോലെ നമുക്ക് ആ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമുക്കതിൻ്റെ റൂട്ടും വഴികളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് പറഞ്ഞു കൊടുത്ത് അപ്ലൈ ചെയ്യിപ്പിച്ച് നോക്കാം. അത് അവർക്ക് സക്സസ് ആണെങ്കിൽ ചിലപ്പോൾ സക്സസ് ആവും. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ വൈ ദിസ് വർക്ക്. എങ്ങനെ? സ്റ്റേജ് ഫിയർ നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാം, വളരെ സിമ്പിൾ ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാനൊക്കെ കുറച്ച് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അങ്ങനെ ഒരു ദിവസം വന്നതൊന്നുമല്ല. ആദ്യത്തെ സംസാരിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് നല്ല മിസ്റ്റേക്കുകൾ വരാറുണ്ട്, തൊണ്ട ഇടറാറുണ്ട്, കൈകളും കാലുകൾ ഇടിക്കാറുണ്ട്. ഏഹ് ഒരു പിന്നെ അരമണിക്കൂർ പ്രിപ്പയർ ചെയ്താൽ പോലും ഒരു 4 മിനിറ്റ് കൊണ്ട് അത്രയും സമയം പ്രിപ്പയർ ചെയ്തത്
എന്ത് ചെയ്യും, ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കാറുണ്ട്. അതൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്റ്റേജ് ഫിയർ ഒക്കെ വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ. ആ പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. ആ ആ ആ വരും വരും. കറക്റ്റ് ആണ്. നിങ്ങൾ എന്ത് പുസ്തകമാണ് പ്രസിദ്ധീകരിച്ചത്? ആ നിങ്ങളെ പേര് നിസ്സി ആണല്ലേ? ആ ഓക്കെ. ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളെ കാണുന്നില്ല. എവിടെയായിരുന്നു സ്ഥലം? നമ്മൾ ഫസ്റ്റ് പരിചയപ്പെട്ടിരുന്ന സമയത്ത് സംസാരിച്ചിരുന്നില്ലേ? ആ ഞാൻ പറഞ്ഞിരുന്നില്ലേ, തൃശ്ശൂരിൽ നിന്ന് രണ്ടാളുണ്ട് മൂന്നാളുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾ ആ അതാരാണാ പറഞ്ഞത്? ഫുള്ള് കലാകാരന്മാരാണല്ലോ. ഇപ്പൊ പറഞ്ഞ ആളാ? ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ഒന്ന് ഒന്ന് നോക്കണേ. ഞാൻ കാണുന്നില്ലല്ലോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ അടിപൊളി അടിപൊളി. ആ, ആഹാ ഓക്കെ ഓക്കെ. ഒടുവിൽ ഒറ്റ ആ ഒടുവിൽ എത്തിപ്പെടുന്നത് അല്ലേ? ആ, ആ, അടിപൊളി അടിപൊളി. സന്തോഷം. ഓക്കെ. അപ്പൊ ഇത്രേ ഉള്ളൂ. പബ്ലിക് പിന്നെ ഫിയർ മാറ്റിയെടുക്കാൻ കുറെ ടെക്നിക്കുകൾ ഉപയോഗിച്ചാൽ മതി. ഓക്കെ. നമ്മളത് നമ്മുടെ ഒരു ടോപ്പിക് അതല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല. രണ്ടാൾക്കും ആശംസകൾ. സുകന്യ കപിൽ നേർന്നിട്ടുണ്ട് കേട്ടോ. രണ്ടാൾക്കും ആ ആയിക്കോട്ടെ. അപ്പോ പറഞ്ഞു വന്നതാ. ജസ്റ്റ് ഒരു സെക്കൻഡ്. ഓക്കെ. ദെൻ വൈ ദിസ് വർക്ക്? എങ്ങനെയാണ് ഇത് എങ്ങനെയൊക്കെയാണ് ഇത് വർക്ക്? എന്തുകൊണ്ടാണ് ഇത് വർക്ക് നടക്കുക അല്ലെങ്കിൽ നടക്കുക? എങ്ങനെയാണ് നടക്കുക? പ്രിവെന്റ്സ് ഓവർവെൽം ബൈ ഫോക്കസിംഗ് ഓൺ മാനേജബിൾ ടാസ്ക്, എൻകറേജ് പ്രോഗ്രസ് ബൈ പ്രൊവൈഡിങ് സ്മോൾ സക്സസ്. നേരത്തെ നമ്മൾ പറഞ്ഞ തന്നെയാണ്. ചെറിയ ചെറിയ സക്സസിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് വലിയ വലിയ സക്സസിലേക്ക് എത്തുക. എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു വരുന്ന ഒരാൾ അയാളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എടുത്ത് അതിനെ നമ്മൾ പരിഹരിച്ചു കൊടുത്തു വരുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന പേഴ്സണാലിറ്റിയിലുള്ള മാറ്റം വളരെ വലുതായിരിക്കും. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പ്രസംഗിച്ച് പ്രാക്ടീസ് ചെയ്തതല്ല, നേരെ മറിച്ച് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് വന്നു. അപ്പൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണം, ആരോ മൈക്ക് മ്യൂട്ട് ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പൊ ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരലോടുകൂടി തന്നെ നമുക്ക് മാറ്റങ്ങൾ വരും. അപ്പൊ ചെറിയ ചെറിയ ടാസ്കുകൾ കൊടുത്ത് പ്രശ്നങ്ങൾ ഇങ്ങനെ പരിഹരിച്ചു വരുമ്പോൾ അതിൽ വരുന്ന അച്ചീവ്മെന്റ്സും അല്ലെങ്കിൽ അതിൽ വരുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവും. ഓക്കെ, കുറേ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നാണ് സൈക്കോളജി പറയുന്നത്. കുറേ പ്രശ്നങ്ങളെ ഇപ്പം നമ്മൾ പറയാം, ചില കാര്യങ്ങൾ ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ കേട്ടിരുന്നു. നമുക്കിങ്ങനെ തലവേദന അല്ലെങ്കിൽ ഒരു ജലദോഷം, നമ്മുടെ ജലദോഷം നമുക്ക് വരുന്നത് നമ്മുടെ മൂക്കിന്റെ മുകൾ ഭാഗത്ത് വരുന്ന ഒരു തരം അസ്വസ്ഥത ആണല്ലോ വരിക. ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഒരു തീരുമാനം മനസ്സിൽ പറയുകയാണ് പോലും, എന്താണ്, എനിക്ക് ജലദോഷം വരില്ല എന്ന് അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ജലദോഷം വരില്ല എന്ന് ഞാനൊരു സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾക്ക് വായിക്കുകയെന്തോ ചെയ്തിരുന്നു. ഞാൻ അതിനിടയ്ക്ക് പരീക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു, അത് സക്സസ് ആണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിൽ ഉറച്ചെടുത്ത് തീരുമാനിക്കുന്നത് നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യും, സംഭവിക്കും. ഓക്കെ. അപ്പൊ ചിലത് നമുക്ക് ആ അത് അങ്ങനെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടാനുണ്ട്, സങ്കല്പിക്കുക കേട്ടോ. ഇപ്പൊ എന്നാൽ നിങ്ങൾ ഈ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. വേൾഡ് ഫേമസ്, വളരെ ഈ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നൊക്കെ പറയുന്ന പോലെ, പിന്നെ എന്താണ് ഹാരി പോട്ടർ എന്നൊക്കെ പറയുന്ന പോലെ വലിയ രീതിയിൽ വേൾഡ് വൈഡ് ആയിട്ട് മനഃശാസ്ത്ര മേഖലയിലുള്ള ഒരു പുസ്തകമാണ്. വളരെയധികം വൈഡ് സ്പ്രെഡ് ആയ ഒരു പുസ്തകമാണ്. അത് നിങ്ങൾ ആ പുസ്തകം പറ്റുകയാണെങ്കിൽ ഒന്ന് വാങ്ങിച്ച് ഒന്ന് വായിച്ചു നോക്കുക. ഉപബോധ മനസ്സിന്റെ ശക്തി എന്നാണ്. അതായത് നമ്മുടെ മൈൻഡ്, ആ അതെ അതെ, അതാണ് നമ്മുടെ നമ്മുടെ മനസ്സിലുള്ള, അതായത് നമ്മുടെ മൈൻഡ് രണ്ട് രീതിയിലുണ്ട്, മൂന്ന് രീതിയിലുണ്ട് എന്ന് പറയുന്നുണ്ട് സിഗ്മ ഫ്രോയിഡ്. അതായത് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. നമ്മൾ നോർമലി ചിന്തിക്കുന്ന നമ്മുടെ മൈൻഡിന് കോൺഷ്യസ് മൈൻഡ് എന്നും, നമ്മൾ കുറച്ചും കൂടി ഡെപ്ത് ആയിട്ട് ഉള്ളിലേക്ക് ചിന്തിക്കുന്നതിനെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നാണ് പറയാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയാം. ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് പിന്നെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് വിശ്വസിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എനിക്ക് കാലുവേദനയാണ്, ഞാനിപ്പോൾ ഇവിടെ വീഴാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ, കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വീണു പോകും. കാരണം നമുക്കത് ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ രീതിയിലേക്ക് എന്താവും, നമ്മളവിടെ വീഴും എന്തായാലും, ആ രീതിയിലേക്ക് വിശ്വസിക്കും. ഇതേപോലെ തന്നെ നമുക്ക് സ്വപ്നം കാണുന്നത് ഇതൊക്കെ സബ് കോൺഷ്യസ് മൈൻഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വാഹനം എടുക്കുകയാണ്. നമുക്ക് വാഹനം ഓടിക്കാൻ അത്ര അങ്ങോട്ട് എക്സ്പേർട്ട് ആയിട്ടില്ല. നമ്മളൊരു തിരക്കിട്ട റോഡിലൂടെ നമ്മൾ വാഹനം എടുത്ത് നമ്മൾ ഓടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ നമ്മളത് ചെയ്യുന്നു, നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ ഒരിക്കലും എൻ്റെ വണ്ടി ഇടിക്കൂല, ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്, എവിടെയും തട്ടില്ല, ഒരു പ്രശ്നവും വരില്ല എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ച് വീണ്ടും വീണ്ടും അതിങ്ങനെ മനസ്സോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാരണം കൊണ്ട് വണ്ടി തട്ടില്ല എന്നാണ് സൈക്കോളജി പറയുന്നത്. ഓക്കെ. നേരെ മറിച്ച് നമ്മൾ വാഹനം ഓടിക്കാൻ പോകുന്നു, നന്നായിട്ട് നമുക്ക് വാഹനം അറിയാം, എങ്കിലും നമുക്കൊരു ചില കൺഫ്യൂഷനൊക്കെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കുക, ഇത് മിക്കവാറും എവിടെയെങ്കിലും തട്ടാൻ സാധ്യതയുണ്ട്, എവിടെയെങ്കിലും തട്ടും 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 തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ച് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മളെ കുത്തും. ഓക്കെ. ഞാൻ പറയുന്നല്ല, ഇതെന്താണ് സൈക്കോളജി പറയും. നമ്മുടെ ഉപബോധ മനസ്സിനോട് നമ്മൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്ന, അതാണ് ഉപബോധ മനസ്സ് ചെയ്യാന്നാണ്. ഇപ്പം നമ്മൾ നിങ്ങൾ കേട്ടില്ലേ മെഡിറ്റേഷൻ, അഫർമേഷനൊക്കെ, ജേർണലിങ്. അഫർമേഷൻ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. പറയാം. അഫർമേഷൻ അതെ, നമ്മൾ സാധാരണ രീതിയിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രാക്ടീസ്. നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇനി പ്രശ്നങ്ങളൊന്നും വേണ്ട, ഞാൻ പറയാം. ഇപ്പം നമുക്ക് നമ്മുടെ ആരോടെങ്കിലും വളരെ ദേഷ്യമാണ്, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോട്, ചിലപ്പോൾ നമ്മുടെ ഭർത്താവിനോടാവാം, ഭാര്യയോടാവാം, അമ്മായിയമ്മയോടാവാം, അല്ലെങ്കിൽ സ്വന്തം അമ്മയോടാവാം, എനിവേ ആരോടാണെങ്കിലും ഭയങ്കര ദേഷ്യം, നമ്മുടെ അടുത്ത സുഹൃത്തിനോടൊക്കെ ആവാം. എന്നാൽ അതിന് പ്രത്യേക കാരണമൊന്നും ഉണ്ടാവണമെന്നില്ല, എങ്കിൽ പോലും എന്തോ ഒരു ദേഷ്യം ഉള്ളിൽ കിടന്നിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇങ്ങനെ വരുന്ന സമയത്ത് ഒക്കെ നമുക്ക് ചെയ്യാൻ ഇത് മാത്രമല്ല കേട്ടോ, കുറേ കാര്യങ്ങൾക്ക് അഫർമേഷൻ ചെയ്യാം. നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ അത് നേടാൻ അഫർമേഷൻ ചെയ്യാം. നമുക്ക് നല്ല ഒരു ജീവിതം കിട്ടണമെങ്കിൽ അഫർമേഷൻ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഒരാൾ ദേഷ്യമുണ്ട്, അങ്ങനെയാണ് നമ്മൾ അഫർമേഷന് വേണ്ടിയിട്ട്, അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇത്രയേ ഉള്ളൂ, നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അത് മനസ്സിൽ പറഞ്ഞ് അത് വീണ്ടും 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 മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വേണമെങ്കിൽ എഴുതുകയും ചെയ്യാം, എഴുതിക്കൊണ്ടിരിക്കുക, എഴുതാം, പറയുകയൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത് അവരുടെ ഒരു എന്താണ് അഫർമേഷൻ ഡയറി എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതിലുള്ളത് എനിക്ക് എൻ്റെ അമ്മായിയമ്മ, മദർ ഇൻ ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അങ്ങനെ കണ്ടിന്യൂസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എഴുതാൻ കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു പരസ്പരം. പക്ഷേ ഈ ഇത് മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, സ്വയം ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ എന്ത് ചെയ്യുന്നു, കുറേ ദിവസങ്ങളൊന്നും വേണ്ട, കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതന്നെ മനസ്സിൽ എന്ത് ചെയ്യുന്നു, മനസ്സിനെ പറഞ്ഞ് മനസ്സിനെ അതങ്ങോട്ട് വിശ്വസിപ്പിക്കുന്നു, എനിക്ക് എൻ്റെ അമ്മായിയമ്മയെ വളരെയധികം ഇഷ്ടമാണ്. സ്വാഭാവികമായിട്ടും മനസ്സ് ആ രീതിയിൽ പാകപ്പെട്ടു വരും. ഓക്കെ, ഇത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്ന മെസ്സേജുകളാണ്. ക്ലിയർ ആയോ? ഇതേപോലെ എല്ലാ കാര്യത്തിനും ഇപ്പം നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നല്ല ടഫ് എക്സാം അതും പറ്റും കേട്ടോ. അത് അതും ചെയ്യാം. നിങ്ങൾക്ക് നല്ല തീരുമാനിച്ചുകൊണ്ട് അങ്ങ് കൊടുത്താൽ മതി, നന്നായിട്ട് പണി. തിരിച്ച് പണി കിട്ടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതേപോലെ ധൈര്യമില്ല. ഏതായാലും ഞാൻ പണി കൊടുക്കാൻ പറഞ്ഞെന്ന് പറയണ്ട, നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്തു അതിന് പ്ലാൻ ചെയ്തോളൂ. ഓക്കെ, പിന്നെ ഒരു കാര്യം ചെയ്ത്, നമുക്കൊരു എക്സാം ഉണ്ട്, നല്ല എക്സാമാണ്, ടഫ് എക്സാമാണ്. നമ്മൾ അത്യാവശ്യമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം പ്രിപ്പയർ ചെയ്യണം കേട്ടോ. നമ്മൾ പറയാറില്ലേ, ഒന്നും പഠിക്കാതെ തലേ ദിവസം നന്നായിട്ട് പ്രാർത്ഥിച്ച് പോയിട്ട് പരീക്ഷ എഴുതിയത് കൊണ്ട് നമുക്ക് ജയിക്കാൻ സാധ്യതയൊന്നുമില്ല. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്, അതാണ് ഞാൻ പറയുന്നത്. സാധാരണ രീതിയിലുള്ള ബോർഡ് നമ്മുടെ എക്സാമുകളല്ല, സ്കൂൾ എക്സാമുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്സാമുകളല്ല, PG ഡിഗ്രി ഒക്കെ നമുക്ക് ജയിക്കാൻ വലിയ പണിയൊന്നുമില്ല. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് തോന്നുകയാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 10 ഒഴിവാണുള്ളത്, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 500 ആളെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, പക്ഷെ അവസാന സമയത്താണ് മനസ്സിലാകുന്നത് വെറും 10 ഒഴിവേ ഉള്ളൂ എന്ന്. അത് കാണലോടുകൂടി നമ്മൾ ആകെ നെഗറ്റീവ് ആവും. അങ്ങനെ നെഗറ്റീവ് ആകാതെ ആ 10 ഒഴിവിൽ 1 എനിക്കുള്ളതാണ്, എനിക്കൊരു സീറ്റ് മതിയല്ലോ, 1 എനിക്കുള്ളതാണെന്ന് നമ്മൾ മനസ്സിൽ ഉറച്ച് തീരുമാനിച്ച് അത് തന്നെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് തന്നെ വിചാരിച്ച് അങ്ങ് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് സൈക്കോളജി പറയുന്നത്. ക്ലിയർ ആയോ? അതുപോലെ എല്ലാ കാര്യത്തിനും സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ എന്താണോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്, നമ്മൾ വിശ്വസിപ്പിക്കുന്നത് എന്താണോ അതാണ് സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കുക. ക്ലിയർ? ആ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് വളരെ വിശദമായിട്ട് സമയമുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഗോൾ സെറ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ ഗോളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് ഈ ഗോൾ സെറ്റ് ചെയ്താൽ മാത്രം പോരാ, ഓരോ കാര്യവും ഇംപ്ലിമെൻ്റ് ചെയ്യണം, നടപ്പിലാക്കണം. അങ്ങനെ നടപ്പിലാക്കുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ 4ാമത്തെ ഇംപ്ലിമെൻറ്റിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അതിലേക്ക് കിടക്കാം. ഓക്കെ, നോക്കിക്കോളൂ. 4ാമത്തെ സ്റ്റേജിലേക്ക്, അപ്പം 3 കഴിഞ്ഞു, നമ്മൾ 4ാമത്തെ സ്റ്റേജിലേക്ക് വരികയാണ്. എന്താ 4ാമത്തെ സ്റ്റേജിൽ? ഇൻ്റർവെൻഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്റ്റേജ്. ഇനി എന്താ, നമ്മൾ ഓരോ ടാസ്കുകൾ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ച് അതിൻ്റെ റിസൾട്ട് കണ്ട് അത് ചെയ്യിപ്പിച്ച് വരുന്ന ഒരു സ്റ്റേജിനെയാണ് ഇൻ്റർവെൻഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇംപ്ലിമെൻറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് സൊല്യൂഷൻ എന്നാണ് ഇതിൻ്റെ നമ്മൾ ബ്രാക്കറ്റിൽ പറയുന്നതാണ്. ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്, നമ്മൾ കണ്ട ലക്ഷ്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും നടപ്പിലാക്കി കൊടുക്കുന്ന ഒരു സ്റ്റേജാണ്. ദിസ് ഈസ് ആൻ ആക്ഷൻ ഓറിയൻറ്റഡ് സ്റ്റേജ് വേർ ദ കൗൺസിലർ ഇൻട്രൊഡ്യൂസസ് സ്ട്രാറ്റജീസ്, കോപ്പിംഗ് മെക്കാനിസം ആൻഡ് ടെക്നിക്സ് ടു ഹെൽപ്പ് ദ ക്ലയൻറ്റ് റിസോൾവ് ദെയർ ഇഷ്യൂസ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കൗൺസിലർ തീരുമാനിച്ച കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്, ആക്ഷൻ ഓറിയൻറ്റഡ് സ്റ്റേജാണ്. ഓക്കെ, ഫൈൻഡിങ് ആൻഡ് യൂസിങ് സൊല്യൂഷൻസ് ടു ഹെൽപ്പ് ദ ക്ലയൻറ്റ്, അവരുടെ പ്രശ്നങ്ങൾ അത് പരിഹരിച്ചു കൊടുക്കാനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുന്നതാണ് ഈ ഒരു സ്റ്റേജ്. അറ്റ് ദിസ് സ്റ്റേജ് ദ കൗൺസിലർ ആൻഡ് ക്ലയൻറ്റ് വർക്ക് ടുഗദർ ടു പുട്ട് പ്ലാൻ ഇൻ ടു ആക്ഷൻ. ഈ ഒരു സ്റ്റേജിൽ
രണ്ടുപേരും പരസ്പരം നിലവിലുണ്ടാക്കിയ പ്ലാൻസിനെ ആക്ഷനിലേക്ക് കടത്തുന്ന ഒരു സ്റ്റേജാണ്. ഇറ്റ് ഇസ് ടൈം ടു യൂസ് ദ ഗോൾ ദേ ഹാവ് സെറ്റ് ആൻഡ് ട്രൈ ഔട്ട് ഡിഫറെൻറ്റ് വേസ് ടു സോൾവ് ദ പ്രോബ്ലംസ്. മാത്രമല്ല അവർ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങൾ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ നടപ്പിലാക്കേണ്ട ഒരു സ്റ്റേജ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് വാട്ട് ഹാപ്പൻസ് ഇൻ ദി സ്റ്റേജ്, എന്താണ് ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത്? ഓക്കെ, എന്താണ് സ്റ്റേജിൽ നടക്കുന്നത്? ഒന്ന്, ചൂസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ. ഏറ്റവും നല്ല സൊല്യൂഷനാണ് കണ്ടെത്തേണ്ടത്. നേരത്തെ നമ്മൾ ഗോൾ സെറ്റിങ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഗോൾ എന്തൊക്കെ ഏറ്റവും നല്ലതാണ് ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ഏറ്റവും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സൊല്യൂഷനാണ് എടുക്കേണ്ടത്. ദ കൗൺസിലർ ഹെൽപ്സ് ദ ക്ലയൻറ്റ് ലുക്ക് അറ്റ് ഓൾ ദ പോസിബിൾ ഓപ്ഷൻസ് ആൻഡ് പിക്ക് ദ മോസ്റ്റ് ഹെൽപ്ഫുൾ വൺ. പല മാർഗങ്ങളുണ്ടാവും, പക്ഷെ അതിൽ ഏറ്റവും നല്ലത് എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കുക, ഏറ്റവും സ്യൂട്ടബിൾ ആയത്. ടീച്ച് യൂസ്ഫുൾ സ്കിൽ, നല്ല നല്ല സ്കില്ലുകൾ പഠിപ്പിച്ചു കൊടുക്കുക. എന്താ സ്കില്ലുകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയാൻ കാരണം, ഇപ്പോൾ നമ്മൾ ആവേശത്തിൽ ചിലപ്പോൾ ഇന്നത്തെ കൗൺസിലിങ്ങിന് ഇരുന്നു, കൗൺസിലർ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, വളരെ ഹാപ്പിയായി, നമ്മൾ വീട്ടിലെത്തി, നമ്മളിങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ചിലപ്പം വീണ്ടും നമ്മൾ പിന്നെ നെഗറ്റീവായി പോകും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ അടുത്ത് ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിച്ച സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, വളരെ ഹാപ്പിയായി. സംസാരം കഴിഞ്ഞപ്പോൾ തന്നെ വളരെ മൈൻഡ് ഫ്രീ ആയി, വളരെ ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞു, സന്തോഷത്തോടു കൂടി പറഞ്ഞു. ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജൊക്കെ അയച്ചു വളരെ ഹാപ്പിയാണെന്ന് അറിയിച്ചു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അതേ സെയിം പ്രശ്നം തന്നെ വീണ്ടും അവരെ പിന്നെ അലട്ടുന്നു. അപ്പം വീണ്ടും പറയുന്നു ഇടയ്ക്കിടയ്ക്ക് ഡിപ്രഷനായി പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സ്ട്രെസ്സായി പോകുന്നുണ്ട്, ആകെ മൈൻഡ് ഔട്ടായി പോകുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും അത് സംഭവിക്കാം. ഓക്കെ, അത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ സമയവും നമ്മളങ്ങനെ തന്നെ വിളിച്ച് ചിലപ്പോൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല, അതൊക്കെ സംഭവിക്കാമല്ലോ. നമുക്കൊരു കൗൺസിലറെ, എന്നെ എന്നല്ല ഒരു കൗൺസിലറെ, ഓക്കെ, അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ സമയം കിട്ടണമെന്നില്ല, ചിലപ്പോൾ സംസാരിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ കൗൺസിലറെ കിട്ടാതായി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ആളെ കിട്ടാതാകുമ്പോൾ ഭയങ്കര ടെൻഷനാവും, സ്ട്രെസ്സ് പിന്നെയും കൂടും. ഇത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചില ടെക്നിക്കുകൾ, ട്രിക്കുകൾ, കാര്യങ്ങളൊക്കെ, ഒരു സെൽഫ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം, സ്കില്ലുകൾ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ദെൻ അത് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്താൽ മതി. ദെൻ കൗൺസിലർ മേ ടീച്ച് ദ ക്ലയൻറ്റ് ഹൗ ടു മാനേജ് സ്ട്രെസ്, കൺട്രോൾ ഇമോഷൻസ്, ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ ഓർ സോൾവ് പ്രോബ്ലംസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ചിലരൊക്കെ വളരെ ബോൾഡായിരിക്കും, ജീവിതത്തിൽ നല്ല ബോൾഡായിരിക്കും, അവരൊരു പ്രശ്നം അലട്ടൂല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ സെൽഫ് കൺട്രോൾഡ് ആയിരിക്കും, അല്ലേ? നമുക്കൊക്കെ അത്തരം ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സുഹൃത്തുക്കളിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തെ ഞങ്ങൾ എപ്പോഴും വിളിക്കുക മിസ്റ്റർ പോസിറ്റീവ് എന്നാണ്. ഓക്കെ, അടുത്ത സുഹൃത്താണ്, ഞങ്ങൾ കളിയാക്കി വിളിച്ചിരുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഞങ്ങൾ മിസ്റ്റർ പോസിറ്റീവ് എന്ന് വിളിക്കുന്നത് അയാൾ ഫുൾ പോസിറ്റീവ് ആയതുകൊണ്ടാണ്. അയാളെ കാര്യമായിട്ട് ഒരു പ്രശ്നങ്ങളും അലട്ടാറില്ല. ഞങ്ങൾ ഒരു എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഒരു സ്ഥലത്തായിരുന്നു, തിരുവനന്തപുരത്തായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ പൊതുവേ എല്ലാവരും ഉള്ളത് കൊണ്ട് ഫ്രണ്ട്സൊക്കെ ആയത് നടന്നങ്ങനെ പോകലാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ വാഹനത്തിലൊക്കെ പോകും. രാവിലെ 10 മണിക്ക്, ഒരു 8 മണിക്ക്, 9 മണിക്കൊക്കെ പോകും. 10 മണിയോട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. വൈകുന്നേരം ഒരു 4 മണിക്കൊക്കെ തിരിച്ചു വരും. 2 മണി വരെ ക്ലാസ് ഉണ്ടാവും. പിന്നെ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞാൽ അങ്ങനെ വരില്ല. പക്ഷേ ഈ പറയുന്ന ആള് ഞങ്ങൾ ക്ലാസ്സിന് പോകുന്ന സമയത്തൊന്നും ഇയാൾ ക്ലാസ്സിന് പോകുന്ന കാണാറില്ല. ആ സമയത്തൊക്കെ അയാൾ പലപ്പോഴും തിരുവനന്തപുരം ടൗണിൽ ചിലപ്പം മൃഗശാലയുടെ അടുത്ത്, സൂവിൻ്റെ അടുത്തായിരിക്കും, മ്യൂസിയത്തിൻ്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ സിറ്റിയിൽ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ആയി ചിലപ്പോൾ ഏതെങ്കിലും സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പോകും. അപ്പം ഞങ്ങൾ പലപ്പോഴും കാണുന്നത്, ഞങ്ങൾ ക്ലാസ്സിന് പോകുന്ന സമയത്ത് അയാൾ പലപ്പോഴും ക്ലാസ്സിൽ നിന്ന് തിരിച്ചു വരും. രാത്രി പോയിട്ട് ചിലപ്പോൾ രാത്രി മീൻസ് രാവിലെ ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ഒറ്റയ്ക്ക് നടന്നു പോകും. എന്നിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ, 3/4 മണിക്കൂർ വേണ്ടി വരും അവിടെ എത്തണമെങ്കിൽ. ഒരു 5 മണിയോടുകൂടി അദ്ദേഹം വായിക്കാനിരിക്കും. അങ്ങനെ ഒരു 7 മണി വരെയൊക്കെ, അല്ലെങ്കിൽ 7:30, 8 മണി വരെയൊക്കെ ഇരുന്ന് അങ്ങ് വായിക്കും. അതിനുശേഷം തിരിച്ചു വരും. ഞങ്ങൾ ക്ലാസ്സിന് പോകുന്ന സമയത്ത് അയാൾ തിരിച്ചിങ്ങോട്ട് വരുന്നതാണ് പലപ്പോഴും കാണാറുള്ളത്. പക്ഷേ വളരെ കൂളാണ്. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് ഞങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു, മാർക്കും ഉണ്ടായിരുന്നു. ഓരോ എക്സാമിനും നല്ല മാർക്ക് അദ്ദേഹത്തിന് ഉണ്ടാകാറുണ്ട്. അപ്പം അത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിൽ ഓരോ വിഷയത്തെ സമീപിക്കുന്നതിൻ്റെ ഗുണമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ മിസ്റ്റർ പോസിറ്റീവ് എന്ന് വിളിച്ചിരുന്നു. എല്ലാം അദ്ദേഹം പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എന്ത് നെഗറ്റീവ് പറഞ്ഞാലും അതിൻ്റെ ഒരു പോസിറ്റീവ് വശം അയാൾ ചിന്തിക്കും. എന്നിട്ട് പറയും ഞാൻ അതിൻ്റെ പോസിറ്റീവ് പറഞ്ഞുതരാം, അല്ലേ, നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കാതിരുന്നാൽ മതി
എന്ന് നമ്മൾ പറയും. അത് മാത്രമല്ല, അത് വളരെ കോൺഫിഡൻ്റ് ആണ് എല്ലാ കാര്യത്തിലും. അപ്പോൾ അത് അദ്ദേഹത്തിന് പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ഞങ്ങൾ കാണാറുണ്ട്. വളരെ ചിരിച്ചുകൊണ്ട് സിമ്പിളായിട്ടാണ് പല കാര്യങ്ങളും എന്ത് ചെയ്യുക, അയാൾ ഡീൽ ചെയ്യുക. പലതും അദ്ദേഹത്തെ ബാധിക്കാറ് പോലുമില്ല. അപ്പോൾ നല്ലൊരു മാതൃകയായിരുന്നു ഞങ്ങളുടെ ഇടയിൽ അയാൾ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല യൂസ്ഫുൾ സ്കില്ലുകളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ആളുകൾ, അവരെ ചില സമയത്ത് അവർക്ക് കൊടുക്കുന്ന എന്തെങ്കിലും സെൽഫ് മോട്ടിവേഷൻ കൊണ്ടായിരിക്കാം, ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടായിരിക്കാം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ആ ഒരു നിമിഷത്തിൽ നിന്ന് അവർ പിന്മാറുന്നത്. ഒറ്റയ്ക്കുള്ള സമയത്തൊക്കെ ആയിരിക്കും. ഓക്കെ, ആ സമയത്തൊരു പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ അതൊരു വലിയ സ്കിൽ തന്നെയാണ്. ഓക്കെ, ദെൻ പിന്നെന്താണ് പറയുന്നത്, പ്രാക്ടീസ് ദ സ്കിൽ. അപ്പം സ്കില്ല് ഉണ്ടായാൽ മാത്രം പോരാ, പ്രാക്ടീസ് ചെയ്യണം. ദ ക്ലയൻസ് ട്രൈസ് ഔട്ട് ദീസ് ന്യൂ സ്ട്രാറ്റജീസ് ഇൻ റിയൽ ലൈഫ്, അല്ലേ? വീടുകളിലോ സ്കൂളിലോ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലൊക്കെ ഇത്തരം സ്ട്രാറ്റജികൾ പ്രാക്ടീസ് ചെയ്യാം. പിന്നെന്താണ്, ഗീവ് സപ്പോർട്ട് ആൻഡ് മോട്ടിവേഷൻ. നല്ല സപ്പോർട്ട് കൊടുക്കണം, നല്ല മോട്ടിവേഷൻ കൊടുക്കണം. അതായത് കൗൺസിലർ സപ്പോർട്ട് ദ ക്ലയൻറ്റ്, എൻകറേജ് ദം ആൻഡ് ഹെൽപ്സ് ദം സ്റ്റേ ഓൺ ട്രാക്ക് വെൻ തിങ്സ് ആർ ഡിഫിക്കൽട്ട്. പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ ട്രാക്ക് വിട്ടു പോവാതെ അതിൽ തന്നെ നിലനിന്ന് കൊണ്ടുപോകാനുള്ള സപ്പോർട്ടൊക്കെ കൗൺസിലർ കൊടുക്കാൻ പറ്റണം. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സമയം എന്തായിട്ടത്? 9 മണിയായില്ലേ? എന്തോ പറയുന്നുണ്ടോ? പറഞ്ഞോ. പറയുന്ന ആളുടെ പേരും കൂടി ഒന്ന് പറ. പറഞ്ഞോ. യെസ്, യെസ്. ഓക്കെ, ഓക്കെ, അത് അല്ല, അതൊരു ആ ഒരു ചേഞ്ച് വരുത്താൻ ഫാദറിന്റെ മദർ, അല്ലേ, അമ്മയും ഒരു കാരണമായിട്ടുണ്ട്. ഉം.
ഉം, ഉം. അതെ, 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 അതെ. ഉം. ആ, ആ. ആ, ആ, നല്ല നല്ല വളരെ നല്ല അത് തന്നെയാണ് നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആകുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു നമ്മള് തളരണം തളരാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തളരാൻ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട്. ഇപ്പൊ അവസാനിപ്പിക്കുകയാണ് പിന്നെ നെഗറ്റീവുകൾ പോസിറ്റീവുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട സംഭവങ്ങളാണ് നെഗറ്റീവ് പലപ്പോഴും ഓട്ടോമാറ്റിക്കായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ് അല്ലേ? അപ്പം നെഗറ്റീവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ പോസിറ്റീവ് നമുക്ക് അങ്ങനെ ഓട്ടോമാറ്റിക് വരാൻ സാധ്യത വളരെ കുറവാണ് പോസിറ്റീവ് നമ്മൾ അധ്വാനിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും അപ്പൊ അതിന് നമ്മൾ തന്നെ എഴുതണം അപ്പൊ അതിന് സമയമെടുക്കും അപ്പൊ അത് അതിൻ്റെതായ റിസ്ക് ഉണ്ട് ആ റിസ്ക് അനുസരിച്ച് എടുക്കണം ഉം. എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ് ആണെങ്കിൽ നമുക്ക് കുറെ വെറുതെ ഇരുന്ന് ചിന്തിക്കലും അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാവും ഏഹ്. ആ, ഓക്കെ ഓക്കെ. എല്ലാവരും രണ്ടാളെ കവിത എഴുതിയ ആളും കഥ എഴുതിയ ആളും ഒക്കെ സന്തോഷം അറിയാൻ സാധിച്ചല്ലോ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് പിന്നെ നിങ്ങള് അതിന്റെ ലിങ്ക് പിന്നെ ഇതൊക്കെ ഒന്ന് അയച്ചേ എല്ലാവരും അറിയട്ടെ ഓക്കെ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം അല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ ഓക്കെ 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 എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ